ഹലോ അസ്സലാമു അലൈക്കും. നമ്മളിന്നിതാ ഊട്ടിയിലോട്ട് ട്രിപ്പ് പോയതാണ് കേട്ടോ. ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ ട്രിപ്പ് പോയതാണ് ഊട്ടിയിലോട്ട്. കുറേ ഫ്രണ്ട്സും ഞങ്ങളെല്ലാവരും കൂടി ഊട്ടിയിലോട്ട് ട്രിപ്പ് പോയപ്പോൾ അവിടെ ഒരു ചെടിയുടെ ഷോപ്പ് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അവിടെ ഇരുന്നിട്ടാട്ടോ ഫുഡ് കഴിച്ചത്. ഒരു ഗാർഡനിൽ ഇറങ്ങിയിട്ടാണ് ഫുഡ് കഴിച്ചത്. അപ്പോൾ ആ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ ആ താഴെ പാലത്തിൻ്റെ താഴെയായിട്ട് നല്ലൊരു ചെടിയുടെ ഒരു ഷോപ്പുണ്ട് കേട്ടോ. ചെടികൾ മാത്രമല്ല, നമ്മൾ നഴ്സറി പോലെയാണ്. നഴ്സറിയിലല്ല, ചെടികൾ മാത്രമുള്ള, ഊട്ടിയിൽ കിട്ടുന്ന പ്രത്യേക ഐറ്റം ചെടികൾ മാത്രമുള്ള ഒരു ഷോപ്പ് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ആ ഷോപ്പിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇട്ട് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ കൊണ്ടിട്ട് വന്നത് കേട്ടോ. ഇത് അടിപൊളി ചെടികളാട്ടോ. അടിപൊളി പറഞ്ഞാൽ നമ്മൾ കാണാത്ത വെറൈറ്റി ഐറ്റം, കാക്ടസ് ഐറ്റംസിലുള്ളതും പിന്നെ കട്ടിയുള്ള ഇലകളുള്ള നല്ല വെറൈറ്റി നമ്മൾ കാണാത്ത ടൈപ്പ് ചെടികളാണ് കേട്ടോ ഇവിടെ നിറയെ ഞാൻ കണ്ടത്. അപ്പം അതൊക്കെ നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ചോദിച്ചപ്പോൾ ഓരോന്നിന് തന്നെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. അവർ കിട്ടിയ പോലൊക്കെ മുതലാക്കിയിട്ട് ക്യാഷ് വാങ്ങണം. എന്നാൽ നല്ല ഭംഗിയുള്ള സാധനങ്ങൾ, നല്ല രസമുണ്ട്. ക്യാബേജിൻ്റെ ഉണ്ട പോലൊക്കെ, ക്യാബേജല്ല, ക്യാബേജിൻ്റെ ആ ടൈപ്പിൽ ഉണ്ട പോലെ നല്ല കട്ടിയുള്ള റൗണ്ടിൽ കേബേജിൻ്റെ അതേ ഷേപ്പിലെല്ലാം കട്ടിയുള്ള ഇല, കട്ടിയിൽ വെച്ചാൽ കേബേജിൻ്റെ ഇല പോലെയല്ല, നല്ല കട്ടിയിലൊക്കെ നല്ല ഐറ്റംസ് ഇലകളുള്ള ചെടികളാട്ടാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടൊക്കെയാ ഇത് പിന്നെ സാധാ ടൈപ്പ് ഇട്ടാ. അങ്ങനെ പല ടൈപ്പ് ചെടികൾ അതാണ്. അത് നോക്കിയാൽ ഒരു റോസിൻ്റെ ഫ്ലവർ പോലെയൊക്കെ കട്ടിക്ക് ചെടികളാണിത് ഈ കാണുന്നതൊക്കെ. എനിക്ക് കണ്ടപ്പോൾ നല്ല ഇഷ്ടമായിട്ട്. അപ്പം ഞാനിതാ ഈ വീഡിയോ ഷെയർ ചെയ്യണത് തന്നെ അതാണ് കേട്ടോ. നിങ്ങളൊക്കെ കാണാത്ത വെറൈറ്റി ഐറ്റംസ് ഊട്ടി പോയവരൊക്കെ കണ്ടിട്ടുണ്ടാവും, ചിലർ കണ്ടിട്ടുണ്ടാവും. എല്ലാവരും ഒന്നും എല്ലായിടത്തേക്ക് എത്തൂലല്ലോ. നമ്മൾ പല സ്ഥലത്ത് പല രീതിയിലല്ലേ പോവുക. നമ്മളിപ്പോൾ കുറച്ച് ടൈമിനൊന്നും പോയാൽ, ഒരു ദിവസത്തിനൊന്നും പോയാൽ നമുക്ക് ഫുള്ള് കണ്ടു തീരാനുള്ള ടൈമൊന്നുമില്ല. അപ്പം ഇത് നോക്കി, ഈ ഷെൽഫൊക്കെ നിറയെ ഓരോ ഐറ്റംസ് ചെടികളാട്ടോ. എൻ്റെ കയ്യിൻ്റെ മറവ് കൊണ്ട് കണ്ടിട്ടില്ല. അതേ നോക്കി ഞാൻ സെപ്പറേറ്റ് ഇങ്ങനെ വീഡിയോ ഓരോന്നിൻ്റെ എടുക്കാൻ വിചാരിച്ച്, പിന്നെ ഈ സമയപ്രശ്നം വിചാരിച്ചിട്ട് ഓരോന്നൊന്നും എടുക്കൽ നടന്നില്ല. അപ്പോൾ ഉള്ള പോലെയൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഏതും വീഡിയോസ് കാണിക്കുന്നുണ്ട്. ഓരോന്നിൻ്റെ പേര് എഴുതിയിട്ടുണ്ട്. ഞാൻ കറക്റ്റൊന്നും വായിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് ചെടികൾ ഭയങ്കര ഇഷ്ടമായിട്ടാണ്. ഇനി എന്തായാലും ഊട്ടിയിലോട്ട് പോകുമ്പോൾ ഇത് വാങ്ങാനായിട്ട് പോകണമെന്ന് വിചാരിക്കണം. അന്ന് വാങ്ങിയിട്ടൊന്നുമില്ല. അന്ന് റേറ്റ് കേട്ട വിചാരിച്ചു ഇത്രയും റേറ്റോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനത് വാങ്ങിയില്ല കേട്ടോ. പക്ഷെ ചിലരൊക്കെ വാങ്ങുകയും ചെയ്ത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ചെടികളൊക്കെ, നമ്മളിങ്ങനെ ചെടികളൊക്കെ കൊണ്ടുവന്ന് കെയർ ചെയ്ത് ഇങ്ങനെ വെക്കണല്ലേ, അപ്പോൾ ഒരു ഭംഗിയല്ലേ. അതും നല്ല രീതിയിൽ കെയർ ചെയ്ത് നോക്കുക. ആ ചെടിയുടെ ഇലയൊക്കെ നോക്കുക, നല്ല ഭംഗിയില്ലേ. ഇങ്ങനത്തെ ചെടികളൊന്നും നമ്മൾ കൂടുതലും കണ്ടിട്ടില്ല കേട്ടോ. ഞാനത് ഊട്ടിയിൽ തന്നെ അധികം നമ്മൾ ക്ലൈമറ്റിന് ഇത് ഉണ്ടാവുമോ ഇല്ലയെന്ന് അറിയില്ല. അവിടെ നല്ല തണുപ്പല്ലേ, നമ്മളിവിടെ അത്ര തണുപ്പൊന്നുമില്ലല്ലോ. എന്തായാലും ഊട്ടിയിൽ നിന്ന് കൊണ്ടുവന്നൊരു ചെടി എനിക്ക് നല്ലോണം പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അത് അത്യാവശ്യം കുഴപ്പമില്ലാതെ വലുതാവണൊക്കെ ഉണ്ട്. എന്താ നോക്കി ഇതിൻ്റെ ഒരു ഭംഗി, എന്ത് രസാലേ കാണാൻ. നല്ല നല്ല ഇലകളുള്ള വലിയ നല്ല കട്ടിയുള്ള ഇലയുള്ള ചെടികളാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അതെന്താ നോക്കി, ഈ ചെടികളൊക്കെ നല്ല ഭംഗിയിലേക്ക് കാണാൻ. അപ്പോൾ ഇത്രയാണ് കേട്ടോ ഇന്നത്തെ ഊട്ടിയിലെ വീഡിയോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറൊന്നും ചെയ്യാൻ മറക്കണ്ടേ. അപ്പോൾ ഊട്ടിയിലെ ചെടികളൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. നമുക്ക് ഇനിയും പോയി കൊണ്ടുവരണമെന്നുണ്ട്.